Hello everyone. In English language, at least some of us will be facing difficulties regarding the usage of degrees of comparison. So in today's class, we are going to discuss how to use degrees of comparison effectively. So let's start our class based on that. English language main ആയിട്ട് 3 degrees of comparison ആണുള്ളത്. Let's see that. The first one is positive degree of comparison. Second one, comparative degree, and third one is superlative degree of comparison. So English language ilulla 3 main degrees of comparison aanu positive degree, comparative degree and superlative degree of comparison. ഇനി ഓരോന്നും എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം. Okay? First one, positive degree of comparison. നമ്മൾ ഈ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ മെയിനായിട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? എന്തെങ്കിലും ഒരു കാര്യത്തെ താരതമ്യം ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയെ പറ്റി പറയാനുമായിരിക്കും ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉപയോഗിക്കുന്നത്. ഇതിൽ പോസിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റ ഒരു കാര്യത്തെ പറ്റി മാത്രമായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ഒറ്റ ഒരു വസ്തുവിൻ്റെയോ ആളുടെയോ പ്ലേസിൻ്റെയോ ഒക്കെ ക്വാളിറ്റിയെ പറ്റിയിട്ടായിരിക്കും പോസിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസണിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നൗ കമ്പാരേറ്റീവ് ഡിഗ്രി, ആ പേരിൽ പറയുന്നത് പോലെ നമ്മൾ രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്തിട്ടായിരിക്കും കമ്പാരേറ്റീവ് ഡിഗ്രിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര കാര്യങ്ങൾ വരും? 2 കാര്യങ്ങൾ വരും. ഓക്കെ, ഇനിയും സൂപ്പർലേറ്റീവ് ഡിഗ്രിയോ, അത് ക്വാളിറ്റിയുടെ എക്സ്ട്രീം ആയിരിക്കും, അല്ലെങ്കിൽ എന്തൊരു കാര്യത്തെ പറ്റിയിട്ടാണോ നമ്മൾ പറയുന്നത് അതിൻ്റെ എക്സ്ട്രീം ആയിട്ടുള്ള കാര്യമായിരിക്കും സൂപ്പർലേറ്റീവ് ഡിഗ്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൻ ഐ റൈറ്റ് 3 എക്സാമ്പിൾസ് ഓൺ ദി ബോർഡ്. ലെറ്റ്സ് സീ ദാറ്റ്. The first sentence, Amala's car is new. Second, Sam's car is newer than Amala's. And in the third sentence, Akshay's car is newest of all. അപ്പോൾ നമ്മൾ ഈ 3 സെൻറ്റൻസ് എടുത്ത് നോക്കി കഴിയുമ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ അമലയുടെ കാറിനെ പറ്റി മാത്രമാണ് പറയുന്നത്, അല്ലേ? നമ്മൾ ഒരു കാര്യത്തെ പറ്റി മാത്രം പറയുമ്പോൾ ഏത് ഡിഗ്രിയാണ് ഉപയോഗിക്കുന്നത്? പോസിറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് എന്തായിരിക്കും? പോസിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആയിരിക്കും. ഇനിയും സെക്കൻഡ് സെൻറ്റൻസ് എടുത്ത് നോക്കിക്കേ, സാംസ് കാർ ഇസ് ന്യൂവർ ദാൻ അമലാസ്. ഇവിടെ 2 പേരുടെ കാറിനെ തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ 2 പേര് തമ്മിൽ കമ്പാരിസൺ വന്നു കഴിയുമ്പോൾ അത് ഏത് ഡിഗ്രിയാണ്? കമ്പാരേറ്റീവ് ഡിഗ്രിയാണ്. ആൻഡ് ലുക്ക് അറ്റ് ദ ഫൈനൽ സെൻറ്റൻസ്, അക്ഷയ്സ് കാർ ഇസ് ന്യൂവസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ അതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എന്തൊരു കാര്യത്തിൻ്റെയും എക്സ്ട്രീം എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിയുമ്പോൾ മെയിൻ ആയിട്ടുള്ള 3 വേർഡ്സ് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്ത് ഏതായിരിക്കും? ന്യൂ, ന്യൂവർ, newest. So this one is positive degree of comparison, this is comparative degree and this is superlative degree. നമ്മൾ പോസിറ്റീവ് ഡിഗ്രിയുടെ കൂടെ ഈ ആർ ആഡ് ചെയ്യുമ്പോഴത്തേനും അത് കമ്പാരറ്റീവ് ഡിഗ്രി ആയിട്ട് മാറും. അതുപോലെ തന്നെ പോസിറ്റീവ് ഡിഗ്രിയുടെ കൂടെ ഈ എസ് ടി ആഡ് ചെയ്യുമ്പോൾ അതെന്തായി മാറും? സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിട്ട് മാറും. Let's study it with the help of some examples. Positive degree, comparative degree, superlative degree. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു പോസിറ്റീവ് ഡിഗ്രി ആയിട്ടുള്ള ഷോർട്ട് എന്ന് പറയുന്ന വേർഡ്, അതിൻ്റെ കൂടെ ഇ ആർ ആഡ് ചെയ്തപ്പോഴത്തേനും അതെന്തായി മാറി? കമ്പാരറ്റീവ് ഡിഗ്രി ആയി. ഇ എസ് ടി ആഡ് ചെയ്തപ്പോൾ അതെന്തായി? സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കുമ്പോൾ ഷോർട്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി പറയാനായിരിക്കും. ഷീ ഇസ് എ ഷോർട്ട് ഗേൾ എന്ന് നമ്മൾ പറയുമ്പോൾ ഒരൊറ്റ പെൺകുട്ടിയെ പറ്റി പറയല്ലേ അവിടെ ചെയ്യുന്നത്. പക്ഷേ ഷോർട്ടർ എന്ന് പറയുമ്പോൾ നമ്മളവിടെ 2 പേരെ തമ്മിലായിരിക്കും കമ്പയർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ യു ക്യാൻ സേ ഡാനിയൽ ഇസ് ഷോർട്ടർ ദാൻ ജെയിംസ്. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഡാനിയലിനെയും ജെയിംസിനെയും തമ്മിലല്ലേ നമ്മൾ കമ്പാരിസൺ നടത്തിയിരിക്കുന്നത്. സോ ഇ ആർ വരുമ്പോഴത്തേനും അതെന്തായി? കമ്പാരറ്റീവ് ഡിഗ്രി ആയി. അതായത് ഒരു പോസിറ്റീവ് ഡിഗ്രിയുടെ കൂടി നമ്മൾ ഇ ആർ ആഡ് ചെയ്യുമ്പോഴത്തേനും അത് കമ്പാരറ്റീവ് ഡിഗ്രി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി സൂപ്പർലേറ്റീവ് ഡിഗ്രി. നമ്മൾ പറയുകയാണ് ജോൺ ഇസ് ഷോർട്ടസ്റ്റ് ഓഫ് ഓൾ. ജോൺ ഇസ് ഷോർട്ടസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ അതിൽ ഷോർട്ടായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അത് എക്സ്ട്രീം ആണ്. സോ ഇ എസ് ടി വരുമ്പോഴത്തേനും ആ ഒരു എക്സ്ട്രീം സ്റ്റേറ്റ് ആണ് അവിടെ കാണിക്കുന്നത്.
സിമിലർലി നമ്മൾ മറ്റ് വേർഡ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ കൂടെ ER ആഡ് ചെയ്യുമ്പോഴത്തേനും അത് കമ്പാരറ്റീവ് ഡിഗ്രി ആവുന്നു, EST ആഡ് ചെയ്യുമ്പോൾ സൂപ്പർലാറ്റീവ് ഡിഗ്രിയും ആവുന്നു. ലുക്ക് അറ്റ് ദിസ്. ബിഗ്, ബിഗ്ഗർ, ബിഗ്ഗസ്റ്റ്. ഹാപ്പി, ഹാപ്പിയർ, ഹാപ്പിയസ്റ്റ്. വൈസ്, വൈസർ, വൈസസ്റ്റ്. ഇനി നമ്മൾ ഈ പറഞ്ഞൊരു മെത്തേഡ് എല്ലാ വേർഡ്സിനും പോസിബിൾ ആവില്ല. മോർ ദാൻ 2 സിലബിൾസ് വരുന്ന വേർഡ്സ് ആണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ മോറും മോസ്റ്റും യൂസ് ചെയ്താൽ മാത്രമേ കമ്പാരറ്റീവ് ആൻഡ് സൂപ്പർലാറ്റീവ് ഡിഗ്രീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. ഫോർ ഇൻസ്റ്റൻസ് ലുക്ക് അറ്റ് ദീസ് വേർഡ്സ്. സ്പ്ലെൻഡിഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. നമ്മൾ ഷീ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുകയാണ് അല്ലേ, ഒരാളിനെ പറ്റി ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുകയാണ്. ഇനി 2 പേര് തമ്മിലാണ് ആ ബ്യൂട്ടിയുള്ള ഒരു കമ്പാരിസൺ നടത്തുന്നതെങ്കിലോ നമ്മൾക്ക് ER ചേർത്ത് ആ വേർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? നെവർ. വി ഹാവ് ടു സേ ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ സംവൺ എൽസ്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യും? മോർ യൂസ് ചെയ്യും. ഇനിയും അതിൻ്റെയും എക്സ്ട്രീമാണ്. ഏറ്റവും ഭംഗിയുള്ള ആളാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ഉപയോഗിക്കേണ്ടത്? സൂപ്പർലാറ്റീവ് ഡിഗ്രി വരുമ്പോഴത്തേനും മോസ്റ്റ് ആയിരിക്കും. ഓക്കെ, സോ മോർ ദാൻ 2 സിലബിൾസ് വരുന്ന ചില വേർഡ്സിൽ അത് കമ്പാരറ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ മോറും യൂസ് ചെയ്യണം, സൂപ്പർലാറ്റീവ് ആക്കണമെങ്കിൽ മോസ്റ്റും യൂസ് ചെയ്യണം. സോ സ്പ്ലെൻഡിഡ് എന്നുള്ള വേർഡ് എങ്ങനെയാവും? ഇറ്റ് ബിക്കംസ് more splendid in comparative degree and most splendid in superlative degree. Beautiful ആണെങ്കിലോ more beautiful in comparative degree and most beautiful in superlative degree. സോ നമുക്ക് എല്ലാ പോസിറ്റീവ് വേർഡ്സിൽ നിന്നും ഇതുപോലെ കമ്പാരറ്റീവ് ആൻഡ് സൂപ്പർലാറ്റീവ് ഡിഗ്രീസ് എടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള എക്സെപ്ഷണൽ കേസസ് ആണിത്. ലുക്ക് അറ്റ് ദ വേർഡ് ഗുഡ്. ഗുഡ് എന്ന് പറയുന്ന വേർഡിൻ്റെ കമ്പാരറ്റീവ് ഡിഗ്രി എന്തായിരിക്കും? ബെറ്റർ. ആൻഡ് സൂപ്പർലാറ്റീവ് ഡിഗ്രി ഇസ് ബെസ്റ്റ്. ആൻഡ് ലുക്ക് അറ്റ് ദ സെക്കൻഡ് വേർഡ് ഫാർ, ഫർദർ, furthest. Bad, comparative degree is worse, superlative degree is worst. Look at this sentence. The elephant is the strongest animal on land. Okay, ഇത് ഏത് ഡിഗ്രിയിലാണ്? സൂപ്പർലാറ്റീവ് ഡിഗ്രിയിലാണ്. കാരണം see the word strongest. അപ്പോൾ ഇതിനെ മറ്റ് 2 ഡിഗ്രീസിലോട്ട് നിങ്ങളൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കൂ. സോ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഏതാണെന്നും അതെങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടായി എന്ന് വിശ്വസിക്കുന്നു. ഫോർ മോർ ടിപ്സ് ഫോളോ ടിജൂസ് അക്കാഡമി. ഉറപ്പാണ് വിജയം.